അല്ലടോ, മട്ടൻ കറി ഇത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. പണ്ട് ഈ സുഗന്ധവ്യഞ്ജനങ്ങളെ കുറിച്ചിട്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ വലിയ മൈൻഡൊന്നും കൊടുത്തില്ല. കാരണം കുക്കിംഗ് ഒന്നും അറിയില്ലല്ലോ. ഇത് പഠിക്കുമെന്ന് വിചാരിച്ചിട്ടുമില്ല. ഈ നെയ്ച്ചോറിനൊക്കെ ഏലക്ക കടിച്ചു പോയാൽ പിന്നെ തീർന്നില്ലേ. ആ ഗ്രാമ്പു കടിച്ചിട്ടേ പിന്നെ പറയണ്ട, മൊത്തത്തിൽ ടേസ്റ്റ് പോയ പോലെ. പക്ഷേങ്കിൽ ഇത് ഉണ്ടാക്കേണ്ട പോലെ ഉണ്ടാക്കിയാലുണ്ടല്ലോ നമ്മുടെ ഫുഡിൻ്റെ ടേസ്റ്റ് തന്നെ മാറ്റിമറിക്കും. സാധാരണ രീതിയിൽ കുക്കിംഗ് ചെയ്യുമ്പോൾ ഈ വക ഐറ്റംസ് ഒന്നും ഉപയോഗിക്കൽ വളരെ കുറവാണ്. അപ്പോൾ ഇന്ന് മട്ടൻ കറി ഉണ്ടാക്കുമ്പോൾ ഇത് മസ്റ്റാണെന്ന് തോന്നും. അപ്പോൾ ഇന്നൊരു കിടിലൻ റെസിപ്പി പറഞ്ഞല്ലോ. ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ഗീ എടുക്കുക. അതിലേക്ക് നമ്മളെ ഗ്രാമ്പൂ, പട്ട, 2 ഏലക്ക ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൊരിയിക്കുക. ഇനി ക്ലീൻ ആക്കി വെച്ച മട്ടനും കൂടി ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മൾ അരപ്പുണ്ടല്ലോ ഞാൻ ഫസ്റ്റ് കാണിച്ച് അതും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഒരു മീഡിയം സൈസ് ഉള്ളി വറുത്ത് കോരി എടുത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. ഒരു 30 മിനിറ്റ്സ് ഒക്കെ ആയപ്പോഴേക്കും നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവി വറുക്കുന്ന കറിയിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നെയ്ച്ചോറിനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ കേട്ടോ.